പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രാർത്ഥനാ ധ്വനി UAE ചാപ്റ്ററിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വചനഘോഷണത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മളുടെ ചിന്താവിഷയം നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെക്കുറിച്ചാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്നും കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. 21-ാമത് വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്മയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധാനത്തിലായിരിക്കുന്നല്ലോ. കർത്താവേ, അവിടുത്തെ വചനം പ്രഘോഷിപ്പാൻ തക്കവണ്ണം അടിയൻ്റെ നാവിനെ അവിടുന്ന് ഒരുക്കണമേ. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തെ അവിടുന്ന് ഒരുക്കണമേ. ഈ വചനം മൂലം കർത്താവെ, അനേകർക്ക് ദൈവശക്തിയെക്കുറിച്ചുള്ള അറിവ് പകർന്നു നൽകുവാൻ സ്വർഗം അടിയൻ്റെ നാവിലൂടെ ഇടയാക്കേണ്ടതിനായി താഴ്ത്തിപരമേൽപ്പിക്കുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, നമ്മളുടെ വിഷയം നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്താണ് എന്ന് തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ളതാണ്. അവൻ സകലവും നമുക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ അത്യന്ത ശക്തിയുള്ള വ്യാപാര ശക്തിയാൽ നമ്മുടെ താഴ്മയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തി നമ്മളെ തൻ്റെ ശുശ്രൂഷകനായി തീർത്തു എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇവിടെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത് വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമമായി ചെയ്യുവാൻ കഴിയുന്ന നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് എന്ന് നമ്മൾ വായിക്കുമ്പോൾ, നാം ചോദിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മൾക്ക് സാമ്പത്തികം നൽകുമെന്നല്ല, അനുഗ്രഹം നൽകുമെന്നല്ല, അതിനേക്കാൾ വലിയതായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം സ്വർഗം നമ്മളെ സ്നേഹിക്കുന്നു എന്നാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാമത് വാക്യത്തിലൂടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 7-ാമത് വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്നു വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ശരീരമാകുന്ന മൺപാത്രങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മശക്തി നമ്മൾക്ക് നൽകിയിട്ട് നമ്മളോട് പറയുക, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ ആരുടെയും സ്വന്തമല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലർ സ്വന്തം ശക്തിയാലും സ്വന്തം ബുദ്ധിയാലും ഈ ലോകത്തിൻ്റെ ജനത്തെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം മായാജാലങ്ങൾ കാണിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടേണ്ട ദൈവജനം അതെന്താണെന്നറിയാതിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രത്യേകമായി നമ്മൾ ദൈവജനത്തിന് ശക്തി ധരിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്നൊന്ന് ചിന്തിക്കാം. ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മളിലേക്ക് പകരപ്പെടുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ശുശ്രൂഷാ മേഖലകളിലുള്ള പ്രിയപ്പെട്ടവർക്കറിയാം, കർത്താവിൻ്റെ അത്യന്ത ശക്തി വ്യാപരിച്ചെങ്കിൽ മാത്രമേ സുവിശേഷം പ്രഘോഷിക്കപ്പെടുവാൻ ഇടയാകുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം പ്രാപിച്ച് എല്ലാവരുടെയും ഉള്ളിൽ
ദൈവശക്തി ഉണ്ട് എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. രാജ്യങ്ങളുടെ അനുഗ്രഹത്തിനായി നാം അത് ഓപ്പൺ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകേണ്ടതിന് ആവശ്യമാണ്. തൻ്റെ ആത്മാവിൽ നിന്നും ദൈവശക്തിയെ പുറപ്പെടുവിക്കുന്ന ആത്മപൂർണരായ എല്ലാ വിശ്വാസികളും അതിനെക്കുറിച്ച് ഗ്രാഹ്യമായി ചിന്തിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യമുണ്ടായിരുന്നെങ്കിൽ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ മുഴുവൻ രാജ്യങ്ങളും ക്രിസ്തുവിന്റെ അരികിൽ വരികയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അത്ഭുതനാമം ഈ ലോകം മുഴുവൻ അറിയപ്പെടുകയും വ്യാപരിക്കുകയും ചെയ്യും. യേശുവിന്റെ മേൽ നിന്ന് പുറപ്പെട്ട ദൈവശക്തി അനേക രോഗികളെ സൗഖ്യമാക്കിയതായി നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അതേ ശക്തി ഇന്ന് ശുശ്രൂഷകരായ നമ്മളിൽ നിന്നും പുറപ്പെടേണ്ടത് ആവശ്യമാണ്. യേശുവിന്റെ മേൽ നിന്ന് ഒഴുകിയിറങ്ങിയ ആ ശക്തി ആത്മാവിന്റെ ആഴത്തിൽ വേറിറങ്ങുന്ന തന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടപ്പോൾ യേശു അറിഞ്ഞതുപോലെ 12 വർഷക്കാലം രക്തസ്രവക്കാരിയായിരുന്ന ആ സ്ത്രീ പോലും അവളുടെ ശരീരത്തിൽ നിന്ന് രക്തസ്രവം നിന്നുപോയത് അവൾ തിരിച്ചറിയുവാൻ തക്കവണ്ണമിടയായി. അതാണ് ദൈവത്തിന്റെ ആത്മശക്തി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ക്രിസ്തുവും ആ സ്ത്രീയും തങ്ങളുടെ ശരീരത്തിൽ സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ തിരിച്ചറിയുവാനിടയായി. അതേ പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനി എന്ന് പറയുന്നത് വികാരങ്ങളും അനുഭവങ്ങളുമില്ലാത്ത ഒരു ശവശരീരമല്ല, ചത്തതായ ഒരു മനുഷ്യനല്ല ക്രിസ്തീയ ജീവിതം, ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ചിലർക്ക് വളരെ അസ്വസ്ഥതയുണ്ടാകുന്ന അനുഭവങ്ങളാണ്. അവർക്കത് കേൾക്കുവാൻ താല്പര്യമില്ല, ഈ ശക്തിയെ തിരിച്ചറിയുവാൻ താല്പര്യമില്ല. പ്രിയമുള്ളവരെ, ദൈവശക്തിയെ അനുഭവിക്കുന്നതിൽ യാതൊരുവിധമായ അപകടവുമില്ല. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവിൽ നിന്നും വന്ന ശക്തി തന്റെ പുറത്തേക്കൊഴുകണമെന്ന്, സഭയാം ശരീരത്തിലൂടെ വെളിപ്പെടുത്തണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മശക്തിയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. 2 കൊരിന്ത്യർ 12 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി, നിന്റെ ശരീരത്തിന്റെ ബലഹീനതകൾക്ക് എന്റെ കൃപ മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് ഹല്ലേലൂയ അപ്പോസ്തലനോട് വിളിച്ചു പറയുകയാ. അപ്പോസ്തലൻ പറഞ്ഞു, തന്റെ ശരീരത്തിലെ ശൂലം നിമിത്തം ഞാൻ കഷ്ടത അനുഭവിക്കുന്നു എങ്കിലും ഹല്ലേലൂയ എനിക്കിതിൽ നിന്നൊരു മോചനം നൽകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ 2 കൊരിന്ത്യർ 12:9 ഇപ്രകാരം ദൈവം പറയുകയാണ്, എന്റെ കൃപ നിനക്ക് മതി. ആ കൃപയുടെ ബഹുത്വത്തിന് പ്രകാരം നമുക്ക് ജീവിക്കുവാൻ വേണ്ടി പൂർണ്ണമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവൃത്തി 1 അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്, തിയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുമെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളിൽ അവർക്ക് കാണിച്ചു കൊടുത്തുവെന്ന് അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ എഴുത്തുകാരൻ ഈ വാക്കുകൾ കടിവരയിട്ടുകൊണ്ട് പറയുക, യേശു ആദ്യമായി ചെയ്തത് അവൻ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അവന്റെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങളും പഠിപ്പിക്കലുകളും ഒരുമിച്ച് നടക്കുവാൻ തക്കവണ്ണമിടയായി. ഒരു പ്രാവിന്റെ 2 ചിറകെന്ന പോലെ ദൈവത്തിന്റെ ആത്മശക്തിയെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും അവൻ ജനത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാനിടയായി. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മശക്തിയെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും ഉറപ്പോടെ ധൈര്യത്തോടെ പ്രസ്താവിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ എഴുന്നേറ്റ് വരേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയനായ യോഹന്നാൻ ക്രിസ്തുവിന്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്, അത് ഓരോന്നായി എഴുതിയ പുസ്തകത്തിൽ ലോകത്തിൽ തന്നെയും ഒതുങ്ങിയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നുവെന്ന്
യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിന്റെ 25 മുതൽ 20ന്റെ 30 നമ്മൾ വായിക്കുകയാണ്. യേശു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് എഴുതിയാൽ അത് ഈ പുസ്തകങ്ങളിൽ ഒന്നും ഒതുങ്ങുകയില്ല, ഈ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല. പ്രിയമുള്ളവരെ, 3.5 വർഷത്തെ ശുശ്രൂഷ വേളകളിൽ എത്രയധികം അത്ഭുതങ്ങൾ ദൈവത്തിന്റെ ആത്മശക്തി മുഖാന്തരമായി ദൈവാത്മാവ് ചെയ്തെടുത്തു. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക മാത്രമല്ല, പഠിപ്പിക്കുന്നവനാണ്. മിശിഹായെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ വേണ്ടി മറ്റൊരു കുറുക്കുവഴിയുമില്ല എന്ന് പരിശുദ്ധാത്മാവിന് അറിയാമായിരുന്നു. ഈ കാലത്ത് ജനം പ്രസംഗങ്ങളിലും പ്രസിദ്ധരായ പ്രസംഗകന്മാരിലും അവരുടെ ഇമ്പമേറിയ രസമേറുന്ന വാക്കുകളിലും ഭ്രമിച്ചു പോവുകയും മുഴുകിപ്പോവുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇന്നത്തെ സഭ പ്രൗഢികൾക്കിരയായി തീർന്ന സഭയായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആഴമേറിയ വെളിപ്പാടുകളും ഗവേഷണ പുസ്തകങ്ങളിലും നാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിന്റെ തലനാരിഴ കീറി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. PhD എടുക്കുവാൻ വേണ്ടി നാം ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഏതാനും ചില അത്ഭുതങ്ങൾ ദൈവം നമ്മളിലൂടെ ചെയ്യുന്നു എന്ന് നാം പരിഗണിക്കാറേയില്ല. പ്രിയമുള്ളവരെ, ആത്മപൂർണരായ മനുഷ്യരിൽ ദൈവത്തിന്റെ ആത്മശക്തി താനെ വെളിപ്പെടുകയാണ്. ഈ ദൈവശക്തി യാഥാർത്ഥ്യമുള്ളതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13 പ്രകാരം പറയുന്നു, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമുള്ളോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നവനായ ഒരു ദൈവം നമ്മുടെ നടുവിലുള്ളപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുമാറി ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് ഓടിച്ചേർന്ന് ഇഴകിച്ചേർന്ന് നമ്മളുടെ കർത്താവിന്റെ ശക്തിയെ ത്യജിച്ചു കളയുന്നത്? ഓ റമാന ശന്തനാരകതന ഘടകമന വൃക്ഷ. അതെ, ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷകന്മാർ പലരും പല ദുരുപദേശങ്ങളും പറയുമ്പോൾ ഇതാ യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയ കാരാഗ്രഹത്തിൽ അകപ്പെട്ടുപോയ യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് തന്റെ ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് ഇപ്രകാരം ചോദിക്കുകയാണ്, ഞങ്ങൾ ഇനി ഒരുവനെ കാത്തിരിക്കണമോ? അവന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് സ്വർഗത്തിന്റെ വാതിലുകളെ തുറന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ദൈവശബ്ദം കേട്ട സ്നാപക യോഹന്നാൻ, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ സ്നാപക യോഹന്നാൻ പോലും സംശയമുളവാക്കുകയാണ്. അവൻ പാപികളോടുകൂടെ പന്തിക്കിരിക്കുന്നവനും പാപിനികളോടുകൂടെ ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം കൂട്ടായ്മ ആചരിക്കുന്നവനുമാണ്. അവൻ ചുങ്കക്കാരോട് കൂടെ വസിക്കുന്നവനാണ്. അവിടെ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ യോഹന്നാൻ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് ഇപ്രകാരം ചിന്തിക്കുകയാ, ഈ വ്യക്തി തന്നെയാണോ ക്രിസ്തു എന്നുള്ളത്. അങ്ങനെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നപ്പോൾ, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് സ്നാപകയോഹന്നാൻ പറഞ്ഞയച്ച ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ, ആ നാഴികയിൽ അവിടെ കൂടിയിരുന്ന ചിലരുടെ വ്യാധികളെ അവൻ അടുക്കൽ വിളിച്ച് സൗഖ്യമാക്കുവാൻ തക്കവണ്ണമിടയായി. അവിടെ ചിലർക്ക് കുരുടന്മാർക്ക് കാഴ്ച നൽകുവാനിടയായി. അവിടെ ചില മുടന്തന്മാർ നടക്കുവാനിടയാക്കി. കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുവാനിടയായി. ചെകിടർ കേൾക്കുവാനിടയായി തീർന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ആ ശിഷ്യന്മാർ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ
യേശുക്രിസ്തു അവരോട് പറയുകയാണ്, നിങ്ങൾ സ്നാപക യോഹന്നാന്റെ അടുക്കൽ ചെന്നിട്ട് പറയണം, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്. ആഴമേറിയ ഒരു മറുപടി ദൈവം നൽകുകയാ. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. പ്രിയമുള്ളവരെ, യേശുവിന്റെ ശുശ്രൂഷയിൽ എപ്പോഴും എന്തെങ്കിലും കാണുവാനും കേൾക്കുവാനും ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. നമ്മളുടെ ശുശ്രൂഷയിൽ കേൾക്കുവാൻ തക്കവണ്ണം ധാരാളമുണ്ട്. വചനത്തിന്റെ ആഴങ്ങൾ കീറിമുറിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കുവാൻ അനേകം ദൈവദാസന്മാരുണ്ട്. അവരുടെ ശുശ്രൂഷയിൽ ധാരാളം വചനങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നുണ്ട്. എന്നാൽ ക്രിസ്തു ചെയ്തതുപോലെ 2 ചിറകുകളിൽ, ഒന്ന് ദൈവത്തിന്റെ ആത്മശക്തിയുടെ അത്ഭുതങ്ങളും, ഒന്ന് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങളും പറഞ്ഞു നൽകുവാൻ ഇന്നത്തെ കാലഘട്ടത്തിലെ ശുശ്രൂഷകന്മാർക്ക് കഴിയാതെ പോകുന്നതിന്റെ കാരണം എന്താണെന്ന് ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മാളികമുറിയിൽ ഇറങ്ങി വന്ന് ശിഷ്യന്മാരെ നിറച്ച്, യേശുവിന്റെ അമ്മയുൾപ്പെടെയുള്ളവരെ നിറച്ച്, പെന്തക്കോസ്തിന്റെ നാളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊടുത്തിട്ട് അവരോട് പറഞ്ഞത്, നിങ്ങൾ ആദ്യം യെരൂശലേമിലേക്ക് പോകൂ, ശമരിയയിലേക്ക് പോകൂ, ജാതികളുടെ അടുക്കിലേക്ക് പോകൂ, അതിനുശേഷം ഈ ലോകമൊക്കെയും പോയി ഈ എന്നെക്കുറിച്ച് സുവിശേഷീകരിപ്പിൻ, എൻ്റെ രാജ്യത്തെക്കുറിച്ച് സുവിശേഷീകരിപ്പിൻ. ലോകം അവസാനിക്കുന്നിടത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറയുവാൻ ഇടയായി തീർന്നു. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളിൽ പ്രസംഗിക്കുന്നതിന്, ഉപദേശിക്കുന്നതിന് സമയം കുറവായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം അവന്റെ അടുക്കൽ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ജനം ഓടിക്കൂടുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ ഭൂതം ബാധിച്ചവരുണ്ടായിരുന്നു, അവിടെ രോഗികളുണ്ടായിരുന്നു, അവിടെ വളരെ ഭാരം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. അവർക്ക് ദൈവം വിടുതൽ നൽകുവാൻ തക്കവണ്ണം ഈ അത്യന്ത ശക്തി അവിടെ വ്യാപരിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മശക്തിയുടെ വ്യാപാരം നാം അനുഭവിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഉറപ്പോടെ ഞാൻ വിശ്വസിക്കുകയാണ്, ഈ അന്ത്യകാലത്തിൽ ക്രിസ്തുവിന്റെ സഭ താൻ ചെയ്തതുപോലെ അത്ഭുതങ്ങൾക്ക് അതിന്റെ സ്ഥാനം നൽകേണ്ടത് ആവശ്യമാണ്. അന്ത്യകാല ഉണർവ് ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ സത്യസന്ധമായ തുടർച്ചയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അടുത്തതായി ഒരു സത്യത്തെ നമുക്ക് നിരീക്ഷിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 1:1 പറയുന്നു, അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് എല്ലാം ഒരു തുടക്കം മാത്രമാണ്, അവസാനമല്ല. അതാണ് ബൈബിൾ പറയുന്നത്. ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന അത്ഭുതങ്ങളുടെ ഒരു തുടക്കം മാത്രമായിരുന്നു അപ്പോസ്തലപ്രവൃത്തികൾ 1:1 നാം വായിക്കുന്നത്. യേശുക്രിസ്തു അത്ഭുത ശുശ്രൂഷകളെ അവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യേശു പറഞ്ഞു, ഞാൻ കുരുടന് കാഴ്ച നൽകുന്ന ശുശ്രൂഷ ആരംഭിച്ചിരിക്കുകയാണ്, അത് നിങ്ങൾ തുടരണം. ഞാൻ ചെകിടനെ കേൾവി നൽകുന്നത് ആരംഭിച്ചിരിക്കുകയാണ്, അത് നിങ്ങൾ പ്രവർത്തിക്കണം. ഞാൻ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതുപോലെ നിങ്ങൾ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കണം. നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുക മാത്രമല്ല, പാപത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വരുത്തണം, സ്വർഗരാജ്യത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വരുത്തണം. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരിൽ ഉള്ളിൽ അത്ഭുതം ചെയ്യുവാനുള്ള ശക്തിയുണ്ട്. ആ ശക്തി നമ്മളുടെ അന്തരംഗത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകേണ്ടത് ആവശ്യമാണ്. നമ്മൾ നമ്മുടെ അത്യന്ത ശക്തിയെ മൂടിവെക്കേണ്ട ആളുകളല്ല, നമ്മൾ അതിനെ പ്രഘോഷിക്കേണ്ടവരും പ്രകടിപ്പിക്കേണ്ടവരുമായ ആളുകളാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകേണ്ടതിന്
ആവശ്യമാണ്. താൻ പിതാവിന്റെ അടുക്കൽ പോകുമ്പോൾ അത്ഭുതമെല്ലാം നിന്നുപോകുമെന്നും കുരുടന് കാഴ്ച ലഭിക്കുകയില്ലെന്നും മരിച്ചവൻ ഉയർക്കുകയില്ലെന്നും അധികാരികൾ ചിന്തിച്ചുവെങ്കിൽ അത് തെറ്റായിരുന്നു തെളിയിച്ചുകൊണ്ട് പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുകയും അവിടെയുള്ള സകലരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീഴുകയും അവർ ആ ജയിലറകൾക്കുള്ളിൽ നിന്ന് സ്വതന്ത്രരാകുകയും ചെയ്യുകയും കാരാഗ്രഹത്തിന്റെ പ്രമാണിയെ ഉൾപ്പെടെ കർത്താവിന്റെ പരിശുദ്ധമേറിയ പരിശുദ്ധിയാത്മാവിനാൽ സ്നാനപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകുകയും ചെയ്തു. വെള്ളത്താൽ സ്നാനപ്പെടുത്തുവാൻ ഇടയായി. അവരിൽ പരിശുദ്ധിയാത്മാവിനെ ദാനമായി നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ ആത്മാവിന്റെ കൃപയാൽ നിറയപ്പെടുന്നത് കണ്ട് ആനന്ദിപ്പാൻ അവർക്കിടയായി. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ അരികിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നവനെ സൂക്ഷിച്ചു നോക്കിയിട്ട്, ഞങ്ങളുടെ കയ്യിൽ നിനക്ക് തരാൻ മറ്റൊന്നുമില്ല, നസ്രനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേൽക്ക എന്ന് കരത്തിൽ പിടിച്ച് ആ മുടന്തനെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവന്റെ നരിയാണികൾ ഉറച്ച് ജന്മന മുടന്തനായവൻ എഴുന്നേറ്റ് തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. പ്രിയമുള്ളവർ, ഈ അത്യന്ത ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം ഈ കാലഘട്ടത്തിൽ നമുക്കില്ലാതെ പോയാൽ ക്രിസ്തീയ വിശ്വാസം കൊണ്ട് യാതൊരു വിധത്തിലുള്ള മാറ്റവും നമുക്ക് വരുത്തുവാൻ ഈ സമൂഹത്തിൽ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ അത്ഭുത ശുശ്രൂഷകൾ തുടരുക എന്നത് നമുക്ക് ലഭിച്ച പദവിയും ഉത്തരവാദിത്വവുമാണ്. കാഴ്ച നഷ്ടപ്പെട്ട ശൗലിന്റെ കണ്ണു തുറന്നതും അവനെ പരിശുദ്ധാത്മാ സ്നാനത്തിലേക്ക് അയച്ചതും ആരാണ്? അതൊരു സാധാരണ വിശ്വാസിയായിരുന്ന അനന്യാസായിരുന്നു എന്ന് നമുക്ക് അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായത്തിന്റെ 10, 11, 12 വാക്യങ്ങളിൽ വായിക്കുവാൻ കഴിയുന്നു. മേശമേൽ ശുശ്രൂഷിച്ചിരുന്ന സ്തേഫാനോസ് ജനത്തിന്റെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് ആർക്ക് നിഷേധിക്കുവാൻ കഴിയും? അപ്പോസ്തല പ്രവർത്തികൾ 6-8 നമ്മൾ വായിക്കുന്നു, സ്തേഫാനോസിന്റെ കൂടെ മേശമേൽ ശുശ്രൂഷിക്കുകയും പിന്നീട് മുടന്തൻ നടക്കുകയും പക്ഷപാത രോഗികൾ സൗഖ്യമാക്കുകയും ചെയ്ത ശമരയിലെ ഒരു വലിയ ഉണർവിനെ കൊണ്ടുവന്ന ഫിലിപ്പോസിനെ നമുക്ക് മറക്കുവാനാകുമോ? പ്രിയമുള്ളവരെ, അന്ത്യകാലത്ത് വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധാരണ വിശ്വാസികളെ പോലും ദൈവം ശക്തീകരിക്കേണ്ടതിനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികൾ ഈ ഭൂമിയിൽ പ്രകൃത്യാതീത ശക്തിയുള്ളവരായി തീരുവാൻ തക്കവണ്ണം സ്വർഗം അവരുടെ മേൽ ആവസിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിന്റെ വിവിധ സംസ്കാരങ്ങൾ, വിവിധ മൂല്യങ്ങൾ നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ 2025 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കടന്നു വന്ന നസ്രനായ യേശുക്രിസ്തു, ജനിച്ചു വീണ യേശുക്രിസ്തു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മശക്തിയാണ് നമ്മിൽ വ്യാപരിക്കുന്നതിനുള്ള ബോധ്യം നമ്മൾക്കുണ്ടാകേണ്ടതിന് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ നമ്മൾ തകർന്നു പോകുവാൻ ഇടയാകുന്ന നിരവധി സാഹചര്യങ്ങളിൽ നമ്മളെ കരം പിടിച്ചു നടത്തുന്ന നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് നമുക്ക് സകലവും കീഴ്പ്പെട്ടിരിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയൊരു വ്യാപാര ശക്തി നമ്മളിൽ വ്യാപരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൗരത്വം എവിടാണെന്ന് നമുക്ക് ബോധ്യമുണ്ടാകേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തു കഷ്ടമനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ശിഷ്യന്മാർക്ക് അനേകം ദൃഷ്ടാന്തങ്ങൾ കൂടി കാണിച്ചു കൊടുത്തതായി അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായത്തിന്റെ 2-ാമത് വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ശിഷ്യന്മാർ അവന്റെ അത്ഭുതങ്ങൾക്ക് സാക്ഷികളായി തീർന്നു. എങ്കിലും
കർത്താവായ യേശു ക്രിസ്തു മരിച്ചവനായി ഇരുന്നുവെങ്കിലും അവനെ ഉയർപ്പിച്ച് ഇന്നും നമ്മളുടെ ഇടയിൽ ജീവിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതിനുള്ള അനേക ദൃഷ്ടാന്തങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കുവാൻ കഴിയാതെ നമ്മുടെ കുരുട്ട് കണ്ണുകൾ അടച്ചു വച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ ശാസിക്കുവാൻ കഴിയുന്ന ആത്മശക്തിയുള്ള ശിഷ്യന്മാർ എഴുന്നേൽക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തെ ബലപ്പെടുത്തേണ്ടതിന് ക്രിസ്തു അനേക അത്ഭുതങ്ങളെ ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അടയാളങ്ങളുടെ ആരംഭമായി കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് വെള്ളത്തെ വീഞ്ഞാക്കിയ സർവശക്തനായ ദൈവം ആ അത്ഭുതം കൊണ്ട് യേശുവിന്റെ ശിഷ്യന്മാർ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായി. കാനാവിലെ കല്യാണത്തിന് യേശു ചെയ്ത അത്ഭുതങ്ങൾ ആ കല്യാണ വീടിന്റെ ആവശ്യത്തെക്കാൾ ഉപരി തന്റെ ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതിന് ഉതകുന്നതായി തീരണമെന്ന് ആ സമയത്ത് കർത്താവിന് അറിയാമായിരുന്നു എന്നുള്ളത് എന്റെ ചിന്തയിൽ ഞാൻ പറയുകയാണ്. ഈ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടാണ്, ഈ അടയാളങ്ങൾ കണ്ടുകൊണ്ടാണ് മുക്കുവന്മാരും ബലഹീനന്മാരുമായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ സകലതും ഉപേക്ഷിച്ച് ദൈവത്തെ അനുഗമിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. പത്രോസ് വളരെ വ്യക്തമായിട്ട് ഉദ്വേഗത്തോടെ ദൈവത്തോട് ചോദിക്കുന്നു,